ഒരു മാസം 2500. അതൊക്കെ കുറച്ച് കൂടുതലല്ലേ ചേച്ചി? അല്ല മാം, ഇത് നമ്മുടെ ജിമ്മിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ മാമിനെ നാളെ രാവിലെ വിളിക്കാം. മാമിനെ ഉറങ്ങാറായി കാണത്തില്ലേ? ഇവിടെയും പിള്ളേരൊക്കെ ഉറങ്ങി. നാളെ റേറ്റ് ഒന്നും കുറയില്ലല്ലോ. ഇതാവുമ്പോൾ ഇപ്പോൾ ഡീല് നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. ഞാൻ പിന്നെ എപ്പോഴും വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 6 ദിവസം അതിൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റാക്കും. അല്ല മാം, വിത്തൗട്ട് PT നമ്മുടെ റേറ്റ് അങ്ങനെയാണ്. PT കണ്ട ജിമ്മില് ആന്നും എനിക്ക് വേണ്ട. അല്ല, ആ PT അല്ല മാം, പേഴ്സണൽ ട്രെയിനർ. അത് വേണം, അതിനല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. അയ്യോ, അത് 6K ആവും മാം. EMI ആണോ അവിടെ? യെസ് മാം, മാമിന്റെ പേയ്മെന്റ് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുന്നേ ഗഡുക്കളായിട്ട് തന്നാൽ മതി. ആണോ? അത് പറയണ്ടേ? അപ്പൊ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ലവ് യു, ടേക്ക് കെയർ, ബൈ. നാളെ വിളിക്കാം. ഇതിലിരുന്ന് തുടങ്ങിയ തീക്കനെല്ലാം ജനകത്തെ പടർന്ന് പിടിച്ചത് പടപുരുദ്ധ മോൻ എത്ര ആളെ ജിമ്മിന് വന്നിട്ട്? ഒരു ദിവസമല്ലേ? എന്നാ ചെയ്തേ നേരെ വാങ്ങി ചെയ്. ആദ്യം ഒന്ന് പിച്ച വെക്ക്. വളരുമ്പോൾ ഞാൻ പറയാവേ, വെയിറ്റ് കൂട്ടിയാൽ മുത്താരി അല്ലേ പിടിക്കും. ഓക്കെ, ഹലോ. നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ? എന്നെ എത്ര പെട്ടെന്ന് പറഞ്ഞ? ഞാൻ 2 മാസം മുന്നേ തെറാപ്പി വന്നിട്ടുണ്ടായിരുന്നു. സി അബി, എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം എത്ര ആൾക്കാരെ കാണണമെന്നറിയോ? എല്ലാവരും ഓർത്തിരിക്കാൻ പറ്റുമോ നമുക്ക്? അബി അല്ലേ? യെസ്. അബി ഇവിടെയാണോ വർക്ക്ഔട്ട് ചെയ്യുന്നത്? ഞാനിവിടെ ട്രെയിനായിട്ട് വർക്ക് ചെയ്യുമോ? ഞാനിതൊക്കെ തെറാപ്പി മാമിനോട് പറഞ്ഞിട്ടുള്ളേ. തെറാപ്പിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ പുറത്ത് പറയാൻ പാടില്ല. മാം ഇവിടെയാണോ വർക്കൗട്ട് ചെയ്യുന്നത്? ഞാൻ പൊതുവെ ഹോം വർക്കൗട്ട്സ് ആണ് ചെയ്യാറ്. പിന്നെ ഇപ്പൊ കുറച്ച് മാരത്തോൺസിനൊക്കെ പോകുന്നുണ്ട്. ഒരു രസം. പിന്നെ പഴയ കാമുകിയുടെ കരച്ചിലൊക്കെ മാറിയോ? അബി ഓക്കെ? ഞാനിങ്ങനെ ഓക്കെ വരുന്നു. ഹി ലവ്സ് മീ. ഞാനെന്നാലേ അങ്ങോട്ടൊന്ന് പോട്ടെ, അല്ലെങ്കിൽ ഞാൻ 50 കിലോ പൊക്കിയിട്ട് ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. മാം എന്തെങ്കിലും എന്നെ വിളിക്ക്. Abhi, stop calling me ma'am. You can call me Miss Missy. എന്തൊക്കെ വിളിക്കാം? I'm just 26 years old. Since 5 years. ഓക്കെ മിസ്സി, വിളിക്ക്. Okay. ഓക്കെ. Bye. പൊന്നില പോലൊരു പൂത്താലി ഞാൻ അന്നു കഴുത്തിൽ ചാർത്തിയില്ലേ. ചെറുക്ക, നീ എന്താ കരയോ? നീ എന്താ കരയോന്ന്? അറിയില്ല എന്നല്ല, കരയോന്ന്. എല്ലാരും ഞങ്ങളെ വിരുഷ്ക എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആരാ? താൻ ചോദിച്ചില്ലേ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്? താനാ? നീ എതിർക്ക? നീ അവിടെ കിടന്ന് മോഹമ്മ ചോദിച്ചൊന്നുമില്ലല്ലോ. എന്താ എനിക്ക് വയ്യേ? അവളുള്ളപ്പോൾ ഏറ്റവും സന്തോഷവാനും അവളില്ലാതായപ്പോൾ ഏറ്റവും ദുഃഖിതനുമാവാൻ വിധിക്കപ്പെട്ടത് ഒരു അസുഖമാണെങ്കിൽ ഒട്ടും വയ്യെന്ന് തന്നെ പറയാം. അയ്യോ, അവള് കുഞ്ഞിനെ ചതിച്ചോ? ചതിച്ചെങ്കിൽ അതിരി അതോടെ വെച്ചോ. നിലത്തിലും സംസാരിച്ചാലേ സുഖമുള്ളൂ. കണ്ടിന്യൂ. ചതിച്ചെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു, മറന്നെങ്കിൽ ഞാൻ പൊറുക്കുമായിരുന്നു. പക്ഷെ അവളെന്നെ ഓർത്തുകൂടിയില്ല. ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് 7 തവണ ഒരു മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. ഞാൻ ചെന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ ആരാ ചേട്ടാ എന്ന് അവളെന്നോട് ചോദിച്ചു. I feel you. നിന്റെ ചുറ്റുള്ള ലോകം തകരാണെന്ന് തോന്നിയ അന്ന് ഈ ജിം ഓപ്പൺ അല്ലെങ്കിൽ
നിനക്ക് കോണ്ടാക്റ്റിന് ഒരാളെ ഉണ്ടാവുള്ളൂ. ഇതിൽ വിളിച്ച് ബുക്ക് ചെയ്തോ. ഓക്കെ? ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, ഞങ്ങളുടെ കാലത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നല്ലോ. ഇപ്പം എന്ത് പറ്റി? ആക്ച്വലി വെളുപ്പിന് 5 മണിക്ക് ഇവിടെ ഞാൻ മാത്രമേ വരാറുള്ളൂ. പിന്നെ ഒരു ഡിപ്രഷൻ ഓളിയും അത് ന്യൂ ജോയിനിങ്ങുമാണ്. അവിടെ നോക്കേണ്ട ഒരു 5 ദിവസം എന്നെ കാണത്തില്ല. ഞാൻ വരും, ഞാനിനി സ്ഥിരം വരും. അങ്ങനെ ആയാൽ കൊള്ളാം. അല്ല, അഭി കംപ്ലീറ്റ്ലി മൂവ് ആയ പോലെ ഉണ്ടല്ലോ. ഒരു ദുഃഖത്തിൽ നിന്ന് മാറിപ്പോണെന്നുണ്ടെങ്കിൽ വേറൊരു ദുഃഖത്തേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ മെഡിക്കൽ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. യുനോ, അതിലും നല്ലത് സങ്കടമേ ഇല്ലാതിരിക്കുന്നതല്ലേ. അതൊക്കെ പഴയ ആറ്റിറ്റ്യൂഡ് അല്ലേ. ഇപ്പം ഒരു അഡ്വഞ്ചർ ഒക്കെ വേണ്ടേ? എല്ലാവരും അബിയുടെ ഗേൾഫ്രണ്ടിനെ പോലെ ടോക്സിക് ആൻഡ് ക്ലിംഗി ആവണമെന്നുണ്ടോ? ചിലരൊക്കെ എന്നെ പോലെ ഭയങ്കര വെൽ ബിഹേവ്ഡ്, ഡീസെന്റ്. യു നോ വാട്ട് ഐ മീൻ? ക്യാപ്റ്റൻ, ഈ 2 കയ്യിൽ 2 സൈസോട് ഡബിൾ പിടിച്ചാൽ 2 കൈ 2 സൈസോ. എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ക്യാപ്റ്റാന്ന് വിളിക്കുമല്ലോ. കോച്ച് അത് മതി. ഡോക്ടർ റിച്ചാർഡ് എവിടെ? ഹേ ഡോക്ടർ മിസ്സി, ഞാനിവിടെ ജോയിൻ ചെയ്തു. മിസ്സി കേട്ടോ? നീ എന്താ ഇവിടെ? എടി ഞാനിവിടെ വർക്കൗട്ടിന് വന്നതാ. എന്നെ തപ്പി നീ ഇവിടെ വരെ ഫോളോ ചെയ്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കുറുമ്പോർച്ച കൂടുന്നുണ്ട്. യു നോട്ടി. ഓ, അല്ലാണ്ട് ഞാൻ അവനെ വളയ്ക്കാൻ വന്നെന്ന് അറിഞ്ഞിട്ടല്ല അല്ലേ? ഓ ഷിറ്റ്, അത് ഈ ജിമ്മായിരുന്നോ? എന്റെ കോൺഫിഡൻസ് കളയാനാണോ നീ വന്നേക്കുന്നത്? എന്നാ നീ ഒരു കാര്യം കേട്ടോ, അവൻ ഓൾറെഡി 45 ഡിഗ്രി വളഞ്ഞു കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻ. നിനക്ക് വേണ്ടി എനിക്ക് വിശ്വാസമുള്ള എല്ലാ ദൈവത്തിനെയും ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, ഗോ വർക്ക്ഔട്ട്. കോച്ച്, ഈ ലെഗ് ചെയ്യുമ്പോൾ തലവേദന എടുക്കുന്നത് ശരിയാണോ? മിസ്സി, എന്ത് പറ്റി? നീ ഒന്ന് മാറി നിറിച്ചത്. വേണ്ട അബി, എന്റെ കാല്, ഞാനേ ആ ബൈസെപ്പ് ഇടുന്ന വാക്ക് ചെയ്തതാ. പക്ഷെ എന്റെ കാല് നീട്ടി വെച്ചോ. എടാ റിച്ചു, പോയി വെള്ളം എടുത്തോണ്ട് വാ. വെള്ളം ഞാൻ എടുക്കാം. ഇവിടെ ഇവിടെ സീനൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് കാമ്പായത്. എനിക്കൊന്ന് വോക്ക് ചെയ്തു. അബി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വന്ന്. എന്ത് പറ്റി? അബി മൂവ് ഓൺ ആയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് ഭയങ്കര സോഷ്യലി ആൻഷ്യസാ. അവൾക്ക് പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ അബിനെ ഭയങ്കര ഇഷ്ടമാണ്. അവളെന്നെ പോലെ തന്നെയാ, ഭയങ്കര സ്റ്റൈലും ചിരിയൊക്കെയാ. അപ്പം എന്താ പറയേണ്ടതെന്ന് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല, അബിയുടെ ഭാഗ്യമാണ് അവളെ കിട്ടുന്നത്. വല്ലാത്തൊരവസ്ഥയല്ലോ. വേണമെങ്കിൽ മൗനം സമ്മതമാണ് ഞാൻ അവളോട് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അങ്ങനെയല്ല, മാമിൻ്റെ ഫ്രണ്ട് അടിപൊളിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലല്ല. അതുമല്ല, ഞാനിപ്പോൾ ജോബിൻ്റെ കാര്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ബാംഗ്ലൂരോ? അല്ല, മാം ഒന്ന് പറഞ്ഞിരുന്നല്ലോ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ ഒരു യാത്ര നല്ലതാണെന്ന്. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ബാംഗ്ലൂർ അടിപൊളിയാ, പക്ഷെ മൊത്തം ബ്ലോക്കാ. അല്ല, അതിപ്പോൾ ഇവിടെയും ആ, ഇവിടെയും ബ്ലോക്കാണ്, പക്ഷെ അവിടെ വലിയ ബ്ലോക്കാ. അഡ്ജസ്റ്റ് ചെയ്യണം, മൂവ് ആവണ്ട. ചിലപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒരു ഓഫീസ് തുടങ്ങും. സമയം കിട്ടിയാൽ അറിയിക്കാം.